ക്രൈസ്തവ വിശ്വാസവും വിഗ്രഹാരാധനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ റോമൻ കത്തോലിക്ക സഭയിൽ മാത്രം എങ്ങനെയാണ് ഈ വിഗ്രഹാരാധന കടന്നുകൂടിയത്? അവരുടെ പഴയ ആലയങ്ങളിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ പേര് മാറ്റി പുതിയ പേരുകളിൽ പള്ളികളുടെ ഉള്ളിലേക്ക് വരികയും ചെയ്തു. ഇന്ന് കാണുന്ന പല ക്രൈസ്തവ സഭകളിലും വിഗ്രഹാരാധന കാണുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? ഇന്ത്യയിൽ ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയിലുള്ള ഒരു ക്രൈസ്തവ സഭയിലും ഒരു വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ദൈവം തന്നെ മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക, അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെടും എന്നും പറഞ്ഞു. മോശ ഉണ്ടാക്കിയ ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവിച്ചു. ക്രൈസ്തവ സഭകളും വിഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചുരുക്കി പറയാം, വിഗ്രഹാരാധന കൊടിയ പാപമാണ്. ബൈബിളിൽ എന്താണ് അതിനെക്കുറിച്ച് അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്? ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് ആയിരിക്കുന്നത്. എൻ്റെ സംശയം, ക്രൈസ്തവ വിശ്വാസത്തിൽ വിഗ്രഹാരാധനയ്ക്ക് എന്ത് പങ്കാണുള്ളത്? അത് ബൈബിളുമായിട്ട് പൊരുത്തപ്പെടുന്നതാണോ? ക്രൈസ്തവ വിശ്വാസവും വിഗ്രഹാരാധനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്കത് സാഹചര്യ തെളിവ് വെച്ചുകൊണ്ട് തന്നെ ആദ്യം പരിശോധിക്കാം. നമ്മുടെ കർത്താവായ യേശു ഒരു യഹൂദനായിട്ടാണല്ലോ ഈ ഭൂമിയിൽ അവതരിച്ചത്. യഹൂദ മതം മാത്രമാണ് അക്കാലത്ത് ഏകദൈവ വിശ്വാസമുണ്ടായിരുന്ന ഒരേ ഒരു മതം. തന്നെയല്ല, യഹൂദ മതത്തിൽ വിഗ്രഹം ഉണ്ടാക്കുന്നതും അതിനെ വണങ്ങുന്നതും ആരാധിക്കുന്നതുമെല്ലാം മോശയ്ക്ക് ദൈവം നൽകിയ 10 കൽപ്പനകളാൽ നിരോധിക്കപ്പെട്ട ഒന്നായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ ഒരു വിഗ്രഹം ഉണ്ടാക്കരുതെന്നും വണങ്ങരുതെന്നും സേവിക്കരുതെന്നും ആരാധിക്കരുതെന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, ശവസംസ്കാരം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവയ്ക്കെല്ലാം ശേഷമാണ് ദൈവസഭ രൂപം കൊള്ളുന്നത്. ആ ദൈവസഭ രൂപം കൊണ്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്തത് അപ്പസ്തോലന്മാരായിരുന്നു. എല്ലാ അപ്പസ്തോലന്മാരും യഹൂദരായിരുന്നു. അതുകൊണ്ട് ആദിമസഭയിൽ ഒരു കാരണവശാലും വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ദൈവസഭയിൽ വന്ന ഏറ്റവും ശ്രേഷ്ഠനായ അപ്പസ്തോലനാണ് പൗലോസ്. അദ്ദേഹം യഹൂദ മതത്തിൻ്റെ കാര്യങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. 2-ാമത്തെ കൊറിന്ത്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അപ്പസ്തോലൻ ചോദിക്കുന്നു, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? അതിൽ നിന്ന് വ്യക്തമാണ് ദൈവസഭയും ക്രൈസ്തവ വിശ്വാസവും യാതൊരു ബന്ധവും വിഗ്രഹങ്ങളുമായിട്ടില്ല എന്നുള്ളത്. തന്നെയല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ തൻ്റെ പരസ്യ ശുശ്രൂഷ, തൻ്റെ മരണം, സംസ്കാരം, ഉത്ഥാനം, സ്വർഗാരോഹണം എല്ലാറ്റിനും സാക്ഷ്യം വഹിച്ച യോഹന്നാൻ അപ്പസ്തോലൻ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കുഞ്ഞുമക്കളെ വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിനെന്നാണ്. അതുകൊണ്ട് സാഹചര്യം എടുത്തു നോക്കിയാലും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ നോക്കിയാലും ക്രൈസ്തവ വിശ്വാസവും വിഗ്രഹാരാധനയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വിഗ്രഹാരാധനയും ക്രൈസ്തവ സഭയും തമ്മിൽ ബന്ധമില്ലെന്ന് പറഞ്ഞ നിലയ്ക്ക് ഇന്ന് കാണുന്ന പല ക്രൈസ്തവ സഭകളിലും വിഗ്രഹാരാധന കാണുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? പല ക്രൈസ്തവ സഭകളിലും വിഗ്രഹാരാധന ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട സഭകൾ എന്ന് പറയുന്നത് ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, ഇവാഞ്ചലിക്കൽ, CSI, CNI, പെന്തക്കോസ്ത്, ബ്രദറൻ, യഹോവ സാക്ഷികൾ, യേശുനാമസഭ. ഇവിടെ ഒന്നും വിഗ്രഹം വെച്ച് വണങ്ങുന്ന ഏർപ്പാടില്ല. അത് ആകെ കൂടെ നടക്കുന്നത് റോമൻ കത്തോലിക്ക സഭയിൽ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റോമൻ കത്തോലിക്ക സഭയിൽ മാത്രം എങ്ങനെയാണ് ഈ വിഗ്രഹാരാധന കടന്നുകൂടിയത്? പെന്തക്കോസ്ത നാളിൽ ജെറൂസലേമിൽ ദൈവസഭ രൂപം കൊണ്ടതിന് ശേഷം അപ്പസ്തോലന്മാർ പല ദിക്കുകളിലും പോയി ദൈവവചനം പ്രഘോഷിച്ച് ദൈവസഭകൾ രൂപം കൊണ്ടു. റോമിലും അത്തരം ഒരു ദൈവസഭ ഉണ്ടായി വന്നു. ആ സഭയിലൊന്നും വിഗ്രഹാരാധന ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് 4-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൈൻ്റെ അമ്മ ഹെലേന രാജ്ഞി വിശ്വാസം സ്വീകരിക്കുകയും ക്രൈസ്തവ സഭയിലേക്ക് വരികയും ചെയ്തു.
അവരുടെ നിർബന്ധം മൂലം മാനസാന്തരത്തിനുടമയായിട്ടൊന്നുമല്ല കോൺസ്റ്റൻ്റൈനും ക്രിസ്തുമതം സ്വീകരിച്ചു. രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ തൻ്റെ അനുയായികളിൽ ഒരുപാട് പേർ ക്രിസ്തുമതത്തിലേക്ക് വന്നു. അവർക്ക് മുമ്പ് ശീലിച്ച ഒരു ആരാധനാ രീതി എന്ന് പറയുന്നത് അവർ ബഹുദൈവ വിശ്വാസികളും ഒരുപാട് ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളെ വണങ്ങിയിരുന്നവരുമാണ്. അവർക്ക് ഈ വിഗ്രഹങ്ങളില്ലാതെ ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയൊന്നും അവർക്ക് വഴങ്ങുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ അവരെ കൂടി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി റോമൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം റോം സഭയിലെ മൂപ്പൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും അവരുടെ പഴയ ആലയങ്ങളിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ പേര് മാറ്റി പുതിയ പേരുകളിൽ പത്രോസ്, യോഹന്നാൻ എന്നീ പേരുകളിലൊക്കെ പള്ളികളുടെ ഉള്ളിലേക്ക് വരികയും ചെയ്തു. അത് രാജാവിൻ്റെ അധികാരവും ദൈവസഭയും ചേർന്നുണ്ടായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ടാണ്. പിന്നീട് രാജാവിൻ്റെ അധികാരവും റോമിലെ സഭയുടെ മൂപ്പൻ അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠൻ നിർബന്ധിച്ച് പല സഭകളെയും ഈ വഴിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് റോമിൻ്റെ പരിസരത്തുള്ള സഭകളിൽ ഇത് ഉണ്ടായി വന്നത്. ആ കാലത്ത് ഇന്ത്യയിൽ ക്രൈസ്തവ സഭകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള ഒരു ക്രൈസ്തവ സഭയിലും ഒരു വിഗ്രഹവും ഉണ്ടായിരുന്നില്ല. ദൈവം മോശയോട് 10 കൽപ്പനയിൽ വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ ആ ദൈവം തന്നെ മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നിർത്തുക, അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെടും എന്നും പറഞ്ഞു. അതുകൊണ്ട് എന്താണ് അതിന് കാരണം? ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ ഈ ജനം മോശയ്ക്കും ദൈവത്തിനും എതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, എന്തിനാണ് ഞങ്ങളെ ഈ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് ദൈവത്തിന് അനിഷ്ടമായി. അതുകൊണ്ട് ദൈവം അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അതിൻ്റെ കടി കൊണ്ട് പലരും മരിച്ചു, പലരും കടുത്ത വേദനയിലായി. അവസാനം അവർ ചെന്ന് മോശയോട് അപേക്ഷിച്ചു, ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അപ്പോൾ മോശ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും തങ്ങൾക്കൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, സംഖ്യാപുസ്തകം 21 അധ്യായം 8 വാക്യം, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക, ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. മോശ ഉണ്ടാക്കിയ ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവിച്ചു എന്ന് വെച്ചാൽ ദൈവം കൽപ്പിച്ചത് അനുസരിച്ചവർ രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇതിൻ്റെ കൃത്യമായ പൊരുൾ എന്താണെന്ന് അറിയണമെങ്കിൽ നാം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പണ്ഡിതനായ നിക്കോദേമോസിനോട് സംസാരിക്കവേ കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്, അന്ന് ആ പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവിച്ചു. അത് നിഴലായി വച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഞാനോ നിങ്ങളോ ആര് വേണമെങ്കിലും യേശുവിൻ്റെ ക്രൂശിലെ മരണം എൻ്റെ പാപത്തിനുള്ള പരിഹാരയാഗമാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ ചെയ്ത സകല പാപക്കടത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും സൗജന്യമായ പാപക്ഷമ ലഭിക്കുന്നു. വിഗ്രഹാരാധനയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു സംശയമുണ്ടായി എന്നുള്ളത് തികച്ചും സ്വാഭാവികമാണ്. എനിക്ക് 50 വയസ്സാകുന്നത് വരെ വിഗ്രഹാരാധന എന്നല്ല തിരുസ്വരൂപ വണക്കം എന്നാണ് ഞങ്ങൾ പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതും പ്രാക്ടീസ് ചെയ്തിരുന്നതും. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ദൈവവചനം വായിച്ചപ്പോഴേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിലേറെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. സമയത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് നമുക്കെല്ലാം ഇന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇനിയും അതിനെക്കുറിച്ചൊരു സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനപ്രകാരം അതിന് മറുപടി തരുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചുരുക്കി പറയാം, വിഗ്രഹാരാധന കൊടിയ പാപമാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.